ജാസ്മിൻ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. അതിലൊരു ചാനലിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ കുറിച്ച് ചെയ്ത ജാസ്മിൻ ഗബ്രി കോംബോയിനെ കുറിച്ച് ചെയ്ത അവരുടെ വീഡിയോനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതില് ആ വീഡിയോയെ കുറിച്ചിട്ട് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ്: സഹിക്കുന്നതിലും ഒരു പരിധിയുണ്ട്. ഒരു ഓൺലൈൻ മീഡിയ അല്ല, ഒരു പ്രമുഖ ചാനല് ഒരു വീഡിയോ, ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളവരും മനുഷ്യരല്ലേ എന്ന് അവർക്ക് ചിന്തിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അകത്ത് ജാസ്മിൻ ഇരിക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നന്ദനയും പിന്നെ അബിയാന്ന് തോന്നുന്നു, അബിയും കൂടെ ഇങ്ങനത്തെ ഒരു ജാസ്മിൻ ഗബ്രി കോംബോ കാണിച്ചിരുന്നു. അപ്പൊ അന്ന് പോലത്തെ സംഭവങ്ങളല്ല ഈ ചാനലും ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ജാസ്മിൻ ഇരിക്കുകയായിരുന്നു അവർ കാണിച്ചത്. അതുപോലെ തന്നെ റസ്മിൻ ടീമും ഗബ്രിയും ജാസ്മിനും കോംബോയെ കുറിച്ചിട്ട് ഇങ്ങനെ ഫണ്ണി ആയിട്ട് കാണിച്ചിരുന്നു. ശരി, അവർ ഇച്ചിരി ഈ പ്രമുഖ ചാനലിന്റെ മീഡിയയിൽ കുറച്ചും കൂടെ ഒരുമാതിരി വൾഗറായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ജഡ്ജസ് ഇരുന്ന് ചിരിക്കുന്നതിനെ കുറിച്ചും ജാസ്മിൻ പറയുന്നുണ്ട്. ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് രമേശ് പിഷാരടിയും പിന്നെ മിയയും പിന്നെ കോട്ടയം നസീറും ആയിരുന്നു. പിന്നെ കാർത്തിക് സൂര്യ ആയിരുന്നു അതിന്റെ ആങ്കർ എന്ന് പറയുന്നത്. ഇന്ന ചാനലിന്റെ പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല പ്രോഗ്രാമിന്റെയും. പക്ഷേ പ്രമുഖ ചാനൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ചാനൽ മാത്രമായിരുന്നു ഇതിനെ കുറിച്ചിട്ട് ഒരു സ്കിറ്റ് ബമ്പർ സിരിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബമ്പർ സിരി ഈ ചാനലിന്റെ ആണല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ജാസ്മിൻ പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റാതായത്, ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ്, വേർഡ് ഇങ്ങനെയാണ്: എൻ്റെ എൻഗേജ്മെന്റും തേങ്ങയും മാങ്ങയും ഒന്നും നടന്നിട്ടില്ല ഗൈസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിന്റെ അകത്തായിരുന്നപ്പോൾ ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ആരാന്ന് ഈ വീഡിയോയിൽ ഇപ്പൊ കാണിക്കാം. കണ്ടല്ലോ, ജാസ്മിന്റെ ഫാദർ തന്നെയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത്. ജാസ്മിൻ അകത്തായിരുന്നപ്പോൾ പറഞ്ഞു പരത്തിയത് വേറെ ആരുമല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ളത് ഫാദർ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ നിന്ന് ആൾ പുറത്തു വന്നല്ലോ. ഇനി കൂടുതൽ ഇതിനെ ചൊല്ലിയിട്ടൊന്നും ആരും സംസാരിക്കാതിരിക്കട്ടെ. കാരണം നമുക്കറിയാം, സൈബർ ബുള്ളിങ്ങിന്റെ പേരിൽ ഒരു അമ്മ ആത്മഹത്യ ചെയ്തിരുന്നു, ഒരു കുട്ടിയുടെ അമ്മ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ ജാസ്മിൻ ഇട്ട വീഡിയോയിൽ ഒരു 9.3K കമന്റ്സ് ഓളം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അത് മൊത്തവും തന്നെ 1-2 കമന്റ്സ് ഒഴിച്ചാൽ ബാക്കി എല്ലാം നെഗറ്റീവ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ഗെയിം ഷോ ആയിട്ട്, ഒരു റിയാലിറ്റി ഷോ ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ്, ഒരു ജീവിതം ഉള്ളതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ജാസ്മിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് വീഡിയോ കാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല, കാണത്തില്ലായിരിക്കാം, എന്നാലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർന്ന് ഞാൻ പറയുന്നില്ല, ലവർ ഒരു ഷോയിൽ പോയിട്ട് നമ്മളാളെ വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പം ഷോയിൽ പോയിട്ട് വേറൊരാളുമായിട്ട് കോംബോ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയി പോകുന്നു. എന്നിട്ട് പറയുന്നു എനിക്ക് പ്രണയമുണ്ട്, ഞാൻ പിടിച്ചു വെച്ചേക്കുവാണ് പ്രണയം ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, കാസ്റ്റ് കൊണ്ട്, റിലീജിയൻ വേറെ ആയതുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ പുറത്തിരിക്കുന്ന ആള് മെന്റലി തകരും. ഇപ്പൊ ജാസ്മിൻ അനുഭവിക്കുന്ന അതേ വേദന തന്നെ ജാസ്മിനുമായിട്ട് എൻഗേജ്മെന്റ് നടത്തി എന്ന് പറയാം, അല്ലെങ്കിൽ ജാസ്മിനുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ രണ്ട് ഭാഗവും കൂടി ചിന്തിക്കണമല്ലോ. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഇനി നാളെ മുതൽ ആക്റ്റീവായിട്ട് യൂട്യൂബിലെ വീഡിയോസും വ്ലോഗ്സും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ആവട്ടെ, ഇതിവിടെ തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പക്ഷെ ഈ ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. നമ്മളെല്ലാം മറ്റുള്ളവരുടെ പേരിലേക്ക് ആരോപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചില തെറ്റുകൾ നമ്മുടെ ഭാഗത്തുനിന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിൽ ജാസ്മിൻ പറയുന്നൊരു വേർഡ് ഉണ്ട്: നമ്മൾ പൊരുതി തോക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ദൈവം യുദ്ധത്തിനിറങ്ങുമെന്ന്. അതുപോലെ തന്നെയല്ല എല്ലാവരുടെയും കാര്യത്തിലും, എല്ലാവരും ഓരോന്ന് പറഞ്ഞ് സൈബർ ബുള്ളിങ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയും ദൈവം ഇറങ്ങില്ലേ. പിന്നെ അള്ളാഹു ഇവരെല്ലാം നോക്കിക്കോളും, അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നും പറയുന്നുണ്ട്. അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട്. എന്താണേലും ഇനി ജാസ്മിന് അടിപൊളിയായിട്ട് നല്ലൊരു പുതിയ ജീവിതം കിട്ടട്ടെ, പഴയ പോലെ തന്നെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കുമ്പോൾ നല്ല ആളുകളുമായിട്ട് സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ പറ്റട്ടെ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ.